ഇനി നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇതുവരെ ഇഷ്ടമല്ലാതെ ഇവിടെ വന്നിരിക്കുന്ന എത്ര പേരുണ്ടോ കഴിയുമ്പോൾ ധൈര്യം കൂടിയോ? എനിക്ക് ഒന്നും തോന്നുന്നില്ല. ധൈര്യം കൂടി നമ്മളെ ഇത് ഞാൻ ആരും പറയുന്നില്ല. ആരുമില്ല. ഇഷ്ടമല്ല ക്ലാസ് വന്നിരിക്കുന്നത്. നിനക്ക് ഇഷ്ടമല്ല എന്തോ പേര്? അനന്തു. അനന്തുവിന് ഇഷ്ടമല്ല. ഈ അനന്തുവിനെ പോലെ എത്ര പേരുണ്ട്? കാണിക്കുന്ന മൊത്തം ഇവിടെ ഉണ്ട്. ഇഷ്ടമല്ല. എനിക്ക് ബെഞ്ച് സാധ്യ ഇഷ്ടമല്ല. പിന്നെ ഗോകുൽ ഇഷ്ടമല്ല. ഒരുപാട് പേരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിൽ ഞാൻ പോട്ടെ പോട്ടെ വേണ്ടാത്ത ക്ലാസ് കട്ടിയാൻ പറ്റത്തില്ല. അവിനാശ് ഒരുപാട് പേരുണ്ട്. എന്താ ഈ ഇഷ്ടമല്ലാഞ്ഞിട്ടും നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കണ്ടല്ലോ അത്ര സമയം പോയി കിട്ടുമല്ലേ? അതൊരു കാരണമല്ലേ? അല്ലേ? എല്ലാ ദിവസവും പിന്നെ ബാലോക സാറിനെയും നന്ദൻ ടീച്ചറിനെയൊക്കെയാണ് പഠിത്തത്. ആണോ? എല്ലാ ദിവസവും ഒരേ സബ്ജക്റ്റുകൾ പഠിത്തത്. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ അവിനാശ് വന്നിരിക്കുന്നത്. അവിനാശ് പോയിരുന്നു കയ്യിൽ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാരണം അല്ലേ? ഒരുപാട് കാരണങ്ങളുണ്ട്. അന്ന് ഇരുന്ന ഇഷ്ടമല്ലാതാകാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ശരി, നമ്മൾ ഇത് ആ ഇഷ്ടക്കേടൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മള് കുറച്ചൊന്ന് എന്താണ് ഒരു നല്ല പക്വതയാകുന്ന സ്വഭാവത്തിലേക്ക് പോയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് +1 ഒക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് ഫ്യൂച്ചറിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 1 മണിക്കൂർ ഇരിക്കുന്നത് ഇഷ്ടമാകും. 1 മണിക്കൂർ കഴിയും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അല്ലേ? നിങ്ങൾക്ക് +1 +2 അല്ലെങ്കിൽ 10 ഇങ്ങനെയൊക്കെ പഠിച്ചു വരുന്നത് എന്തിനാ? പഠിക്കുന്നത് എന്തിനാ? ജോലി കിട്ടണം അല്ലേ? നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ശമ്പളം മേടിക്കണം. ശരി, പിന്നെ നല്ല രീതിയിൽ ജീവിക്കണം അല്ലേ? കല്യാണം കഴിക്കണം. മതി, നിർത്തിക്കും. അവിടെ വെച്ച് നിർത്തിക്കും. ബാക്കി അങ്ങോട്ട് പോകില്ല. ഞാൻ പിന്നെ മോള് ഒരാളെ വീഡിയോ എടുക്കുന്നു. ഞാൻ മാർക്ക് പറ്റിയിട്ട് വരും. സോ അതുകൊണ്ട് നമ്മളിവിടെ 1 മണിക്കൂർ കറക്റ്റ് 1 മണിക്കൂറാണ് ഞാൻ എൻ്റെ പരിപാടി നിർത്തുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സുകാരെ കേൾക്കണമെന്ന് പറഞ്ഞു. സാറ് ഒരുപാട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. എന്നെ കുറേ ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ലീവ് എടുത്ത് ഒരാളൊരു ബുദ്ധിമുട്ടുണ്ട്.
സോ എൻ്റെ നാടിവിടെ അടുത്ത് തന്നെയാണ്. എൻ്റെ നാട്ടിലെ പല ആൾക്കാരും റിലേറ്റീവ്സ് പല ആൾക്കാരൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. സോ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സ്കൂളിലേക്ക് വരാനും നിങ്ങളെ കാണാൻ കഴിഞ്ഞത്, നിങ്ങളെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞത്. ശരി, നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് ക്ലാസ് ഇരുന്നാലോ? ഓക്കെ, ശരി. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അടിപൊളി. ആരൊക്കെ എഴുതുക? സൗന്ദരനാരോ? ഏതാണ്ട് പേരെന്താണോ? സുന്ദരൻ. ശരി, അവര് കൈയ്യുണ്ട്. 2 ദിവസം എടാ, അത് പണ്ടോട്ടേ അങ്ങനെ 2 ദിവസം ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്നത്തെ ദിവസം ഡേറ്റ് ഒക്ടോബർ 4. ഒക്ടോബർ 4 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറ. ദിവസത്തിന്റെ പ്രത്യേകത